ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിദാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു അടിപൊളി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം കേട്ടോ. ബീഫ് 1/2 കിലോ, മുരിങ്ങക്കായ് 3 എണ്ണം, സവാള 1, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലിയില, തക്കാളി അരച്ചത് 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങ അരച്ചത്. അപ്പം നമുക്ക് ആദ്യം ബീഫ് ഒരു 6 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും കഴുകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും വിനീഗർ കേട്ടോ അതുകൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് പിന്നെ ഞാൻ കഴുകുന്നത് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, വീണ്ടും അതേപോലെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ ബ്ലഡെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ നല്ല ഫ്രഷായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബീഫിൻ്റെ സൂപ്പറായിട്ട് കഴുകിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് കുക്കർ വെച്ചിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഇനി നമുക്ക് ഇപ്പോൾ കണ്ടോ കുറച്ചിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം കേട്ടോ, എന്നിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ നന്നായിട്ട് അരയ്ക്കണം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ചെറുതായിട്ട് മതി. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി, വേറെ നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണില്ല. എന്നിട്ട് നമുക്ക് ഇത് തെളിഞ്ഞ് വരുന്നവരെങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആ മുളക് പൊടിയൊക്കെ ആവാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയിൽ കടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് തക്കാളി അരച്ചത്, തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് എൻ്റെ താത്ത പറഞ്ഞ എന്താണ് ഈ കറിയുടെ റെസിപ്പി. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ. എന്നിട്ട് തേങ്ങ അരച്ചത് ചേർക്കുക. 1 കപ്പ് തേങ്ങ കേട്ടോ. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മുടെ ബീഫിൻ്റെ വേവ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനുശേഷം വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കാം. അപ്പോൾ എൻ്റെ കറി കുറച്ച് ഒരു കട്ടിയായിട്ടാണ് കിട്ടിയത്. അത് ഞാൻ വെള്ളം കുറച്ച് എനിക്ക് അത്ര മതി വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളത് ഒഴിക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര കറി വേണമെങ്കിൽ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചോളൂ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക്
കുക്കറൊന്ന് അടച്ച് വെച്ച് നമ്മുടെ ബീഫിൻ്റെ വേവ് എത്രയാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ ഓരോരുത്തരുടെ ഓരോ കുക്കറിൻ്റെ വിസിൽ വരുന്നതനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 വിസിലാണ്. അപ്പോൾ എൻ്റെ 4 വിസിൽ വന്നപ്പോൾ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ കണ്ടോ കറി നന്നായിട്ട് തിളച്ച് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക. കറി നല്ല റെഡ് കളറാണ്. നമുക്ക് കുറച്ച് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലെങ്കിലും ശരിക്കും നല്ല കളറാണ് കേട്ടോ, കളർഫുള്ളായിട്ടുണ്ട്. ഇത് നമ്മൾ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും കുക്കറിൽ മുരിങ്ങക്കായ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു വിസിലും കൂടെ വന്നാൽ നല്ല വെന്ത് കിട്ടും. ഉടയാതെ ഒരുപാട് അങ്ങ് ഉടയാൻ പാടില്ല മുരിങ്ങക്കായ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചാലും മതി. അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മളിതാ ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ കറിയുടെ. ഇനി നമ്മൾ ലാസ്റ്റേക്ക് മല്ലിയില ചേർക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഇലയാണ് കിട്ടിയത്, നമുക്കിപ്പോൾ മല്ലിയില കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഈ ഇലയാണ് ഇട്ടത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഇല ഇട്ടാൽ. ഇപ്പോൾ കണ്ടോ കറി കുറച്ച് കട്ടി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചോളുണ്ട്. അതിനുശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ, കാരണം എന്തായാലും ചെയ്ത് നോക്കണം. പിന്നെ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം മാത്രം എനിക്ക് കമൻറ്റ് തന്നാൽ മതി. എന്നാലേ ഉള്ളൂ നമുക്കൊരു അതിനൊരു നിങ്ങൾ ചെയ്യുന്നുണ്ടുള്ളൊരു വിശ്വാസം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.